നമസ്കാരം മക്കളെ, ഇത് നമ്മുടെ ആലപ്പുഴക്കാരുടെ സ്വന്തം സാമ്പാർ കേട്ടോ. പ്രത്യേക രുചിക്കൂട്ടുകൾ തയ്യാറാക്കിയിരിക്കുന്നതാണ്. സാമ്പാർ പൊടിയൊന്നും പുറത്തുനിന്ന് വാങ്ങിക്കാതെ തന്നെ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കുന്ന സാമ്പാർ പൊടി ഉപയോഗിച്ചാണ് ടേസ്റ്റോടുകൂടി തയ്യാറാക്കിയ സാമ്പാർ. ചോറ്, ചപ്പാത്തി, ഇഡലി, ദോശ, കഞ്ഞിയൊക്കെ കുടിക്കാൻ പറ്റുന്ന നല്ലൊരു സാമ്പാറാണിത്. ഇതിനായിട്ട് നമ്മളെല്ലാ പച്ചക്കറി ഉപയോഗിക്കും കേട്ടോ. ഇതിനകത്ത് ഇപ്പോൾ ക്യാരറ്റും ബീട്രൂട്ടും, അങ്ങനെ ബീട്രൂട്ട് ചേർക്കില്ല, ക്യാരറ്റ് ചേർത്തിട്ടില്ല. പിന്നെ മത്തങ്ങ, വെള്ളരിക്ക, തടിയങ്ങ, കുമ്പളങ്ങ, പടവലങ്ങ, മുരിങ്ങയ്ക്ക, മുന്തങ്ക, തക്കാളി, വെണ്ടയ്ക്ക, വഴുതനങ്ങ, അമരപ്പയർ, പച്ചമുളക്, ഒരു വെളുത്തുള്ളി. അപ്പം നമ്മളിതിലേക്ക് ചേർക്കാനായിട്ട് ഒരു 150 ഗ്രാം കണക്കാക്കി ഞാൻ ഇതിനകത്ത് ചേർക്കുന്നത് കടല പരിപ്പാണ് കേട്ടോ. അതൊരു പ്രത്യേക രുചിക്കൂട്ടാണ്. എൻ്റെ സ്പെഷ്യൽ കൂട്ടാണ് ഇത് കേട്ടോ. അപ്പോൾ ഇത് കുതിരാനായിട്ട് നമ്മളൊന്ന് മാറ്റി വെക്കും. സാമ്പാറിനകത്ത് കിടക്കുമ്പോൾ നല്ല കട്ടിയായിട്ട് തന്നെ നമുക്കൊന്ന് കടിക്കാൻ കിട്ടും കേട്ടോ. വെന്ത് പോകുമെങ്കിലും അലുത്തു പോകത്തില്ല. പിന്നെ ഇത് ചേർക്കാനായിട്ട് ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിൽ പിഴുപുളി എടുത്തിട്ടുണ്ട് പുളിക്കായിട്ട് ചേർക്കാനായിട്ട്. പിന്നെ നമ്മളിതിനകത്ത് ചേർക്കാനായിട്ട് 2 ടേബിൾ സ്പൂൺ കണക്കാക്കി മല്ലിപ്പൊടിയും, പിന്നെ ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കായപ്പൊടി. പൊടി ആയതുകൊണ്ട് ഇതിൻ്റെ കൂടെ നമ്മളങ്ങ് വറക്കുകയാണ്. പിന്നെ നമ്മൾ ഒരു 6 പേർക്ക് കൂട്ടാൻ പാകത്തിലുള്ള സാമ്പാറാണ്. അതിൻ്റെ പിന്നെ ചേരുവയാണ് ഇത്രയും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഈ ചട്ടിക്കകത്ത് ഇട്ട്, ഈ ചട്ടി ചൂടാകുന്നതിന് മുമ്പേ നമ്മുടെ മുളക് പൊടി ഈ മസാലക്കൂട്ടിടണം, അല്ലെങ്കിൽ നമ്മുടെ മസാലകൾ കരിഞ്ഞു പോകും. അപ്പം ചട്ടി ചൂടാകുന്നതനുസരിച്ച് നമ്മുടെ മസാലയും ചൂടാകും, പൊടി ആയതുകൊണ്ടാണേ. അപ്പോൾ ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പാനിൽ തന്നെ നമ്മൾ എടുത്തു വെച്ച അരി, പ്രത്യേക രുചിക്കൂട്ടാണ് കേട്ടോ. കൊഴുപ്പ് കിട്ടാനും രുചി കൂട്ടാനും നമ്മുടെ മട്ടർ റൈസ് 2 ടേബിൾ സ്പൂൺ മട്ടർ റൈസ്, 2 ടേബിൾ സ്പൂൺ ഉഴുന്ന്, പിന്നെ 1 ടീസ്പൂൺ കണക്കാക്കി കുരുമുളകും കൂടെ ചേർത്ത് നമ്മൾ വറുത്തെടുക്കുന്നുണ്ട്. ആ പാനിൽ തന്നെ, ആ പാൻ നമ്മൾ ടിഷ്യൂ പേപ്പർ ഇട്ടൊന്ന് തുടച്ചതിന് ശേഷം നമ്മളിതിലേക്ക് ആദ്യം അരിയിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അരിക്കാണല്ലോ മൂപ്പ് കൂടുതൽ. അരിയിട്ട് മൂത്ത് ഒരു 1/4 മൂപ്പാകുമ്പോഴേ നമ്മൾ ഉഴുന്നിട്ട് കൊടുക്കത്തുള്ളൂ. ഉഴുന്നും നമ്മളുടെ കുരുമുളകും കൂടെ 1/4 മൂത്തിട്ടുണ്ട്, നമ്മളത് അങ്ങിട്ട് കൊടുത്തു. ഇതും കൂടെ നന്നായിട്ട് കൈവിടാതെ ഇളക്കണം കേട്ടോ, അല്ലെങ്കിൽ ഒരു സൈഡിൽ നിന്ന് കരിഞ്ഞു പോകും. നമ്മളൊന്ന് മൂത്ത് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ കുക്കറിൽ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കടലപ്പരിപ്പ് ഇട്ട് ഇതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത്, അപ്പം വെളുത്തുള്ളിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഗ്യാസിൻ്റെ ഒക്കെ പ്രോബ്ലം വരാതിരിക്കാൻ, ഇച്ചിരി ടേസ്റ്റ് കിട്ടാനും ആണ്. അപ്പം എന്തെങ്കിലും കലത്ത് ചേരുത് കേട്ടോ. ഇതിൻ്റെ കൂടിയിട്ട് നമ്മളിതൊന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട്. ഇത് പകുതി വെന്ത് കഴിയുമ്പോൾ നമ്മൾ ഇതിനകത്ത് വെജിറ്റബിൾ ചേർത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇത് അടുപ്പിൽ വെച്ച് വേവുന്ന സമയത്ത് നമ്മുടെ പച്ചക്കറി എല്ലാം അരിഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. എല്ലാം ഇതേ രീതിയിൽ അറിയാമല്ലോ, സ്ക്വയർ പീസസ് ആയിട്ട് എല്ലാ പച്ചക്കറിയും നമ്മൾ അരിഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിതെല്ലാം നമ്മുടെ പിന്നെ കുക്കറിലേക്ക് അതുപോലെ തന്നെ പച്ചമുളക് നമ്മൾ ഈ നെടുക ഒന്ന് കയറത്തുള്ളൂ. 2ആയിട്ട് അങ്ങ് പിളർന്ന് കയറത്തില്ല കേട്ടോ. നെടുക കയറത്തില്ല, ഈ നടുക്കൊന്ന് പൊട്ടിച്ച് കൊടുക്കത്തുള്ളൂ. അതാണ് ഈ കറിയുടെ ടേസ്റ്റിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റ്, നമുക്ക് ഞെടി കഴിക്കാനും അല്ലെങ്കിൽ അലുത്തങ്ങ് പോകും 2ആയിട്ട് മുറിച്ചിട്ടാൽ കേട്ടോ. അപ്പോൾ ഇനി ഇതെല്ലാം നമ്മുടെ തിളച്ച് നമ്മുടെ പരിപ്പെല്ലാം, അതായത് കടല പരിപ്പ് പകുതി വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെറിയ ഉള്ളിയെല്ലാം വെന്ത് ഇതിനകത്ത് ചേർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൊഴുപ്പ് കിട്ടാനാണേ. അങ്ങനെ നമ്മുടെ വെജിറ്റബിളെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ ഒരു തവണയെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വേറെ പച്ചക്കറി ഒന്നും ഇല്ലെങ്കിലും ഈ ഒരു സാമ്പാർ മതി നമുക്ക് ചോറ് കഴിക്കാൻ. അപ്പോൾ പച്ചക്കറി എല്ലാം ഇതിനകത്തുണ്ടല്ലോ, അപ്പോൾ എല്ലാ പച്ചക്കറികളുടെയും ഗുണവും നമുക്ക് കിട്ടും. അപ്പോൾ ഒരു തവണയെങ്കിലും ഇതേ രീതിയിലൊന്ന് പച്ചക്കറി വെച്ച് സാമ്പാർ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റാണ്. ഞങ്ങൾ തേങ്ങ ഒന്നും വറുത്ത് ചേർക്കത്തില്ല കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മുളകും മല്ലിയും കായപ്പൊടി ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കുക. നമ്മൾ പച്ചക്കായ വരെ നമ്മൾ എണ്ണയ്ക്കകത്ത് മൂപ്പിച്ചെടുക്കും. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മളൊന്ന് കൂട്ടി ഇളക്കിയിട്ട് 1 ടീസ്പൂൺ കണക്കാക്കി തന്നെ നമ്മൾ ഉലുവാപ്പൊടിയും ചേർക്കുന്നുണ്ട്. കാരണം ഇത് 5-6 പേർക്ക് കഴിക്കാനുള്ള സാമ്പാറാണല്ലോ, അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഉലുവാപ്പൊടിയും ചേർക്കണം. അപ്പോൾ സാമ്പാറിന് ഇച്ചിരി കൂടിയാലും കഴിക്കത്തില്ല കേട്ടോ, നല്ല ടേസ്റ്റ് തന്നെയാണ് ഉലുവാപ്പൊടി. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ആ പുളിയും കൂടെ ചേർത്ത് കൊടുത്ത് നമ്മൾ അടച്ച് വെച്ചത് വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇത് സാമ്പാർ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. സാമ്പാർ കഷ്ണമെല്ലാം വെന്ത് കറി എല്ലാം തയ്യാറായി വന്നിട്ട് നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. കണ്ടില്ലേ, നമ്മുടെ പരിപ്പെല്ലാം വെന്തങ്ങ് ഉടഞ്ഞു പോകത്തില്ല, എന്നാലും വെന്ത് കനത്തെ ഇങ്ങനെ കിടക്കും കേട്ടോ. നമുക്ക് കഴിക്കുമ്പോൾ ഒന്ന് കടിക്കാൻ കിട്ടും. അതാണ് ഈ കറിയുടെ ടേസ്റ്റ്. കണ്ടില്ലേ, ഇത് നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. നമ്മുടെ സ്പെഷ്യൽ രുചിക്കൂട്ടായ അരിയും ഉഴുന്നും കുരുമുളകും പൊടിച്ച പൊടി 1 ടീസ്പൂൺ 2 ടീസ്പൂൺ കണക്കാക്കി ചേർത്ത് കൊടുക്കാം. ബാക്കി നമുക്ക് സൂക്ഷിച്ച് വെക്കാം, വേറെ കറികൾക്കൊക്കെ ഉപയോഗിക്കും. ഇതാണ് ഇതിൻ്റെ ടേസ്റ്റും കൊഴുപ്പും ഒക്കെ കൂട്ടുന്നത്. ഇനി നമുക്കിതിനകത്ത് ചേർക്കാൻ ഉപയോഗിക്കുന്ന തക്കാളി, വഴുതനങ്ങ,
വെണ്ടയ്ക്ക ഇതെല്ലാം നമുക്ക് എണ്ണയ്ക്കകത്തൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അല്ലെങ്കിൽ ഇത് നേരത്തെ ഇട്ടാൽ അതങ്ങ് അലുത്ത് പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ചേർക്കുന്നത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചു. എന്നിട്ട് നമ്മളിതിലേക്ക് ഒരു 5-6 ചെറിയ ഉള്ളി വട്ടം കട്ട് ചെയ്ത് അതുകൂടെ ചേർത്ത് വറ്റൽമുളക് ഇട്ട് മൂപ്പി. അപ്പോൾ ഈ ചെറിയ ഉള്ളി ചേർക്കുമ്പോൾ ഈ സാമ്പാറിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് മൂത്തതിലേക്ക് നമ്മൾ വെണ്ടയ്ക്കായിട്ട് വഴറ്റി വേവിച്ചെടുക്കുന്നു. വഴറ്റി വേവണം അതിനകത്ത് കിടന്നിട്ട്. അപ്പം നമുക്ക് കിളികിളിപ്പും വഴുവഴുപ്പും നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കിടുകപ്പല്ല, നമ്മൾ സാമ്പാറിനത് ഡയറക്റ്റ് ഇട്ടായത് വെന്തല്ലിത്തങ്ങ് പോകും. പിന്നെ അങ്ങ് സാമ്പാറിന് കൊഴുപ്പും കിട്ടും. അങ്ങനെ ഇട്ടാൽ അത് നല്ലതാണ്. ഇതിപ്പോൾ സദ്യയ്ക്ക് ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ മൂപ്പിച്ച് ചേർക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് സാമ്പാറിനകത്ത് അങ്ങനെ തരും കേട്ടോ. വെണ്ടയ്ക്കെല്ലാം മൂത്ത് വന്നു കഴിഞ്ഞാൽ വഴുതനങ്ങ ഇട്ടു. വഴുതനങ്ങ എന്നാണ് നമ്മളിത് പറയുന്നുണ്ട്. കത്രിക്ക എന്ന് ചില സ്ഥലങ്ങളിലൊക്കെ പറയും. അപ്പോൾ ഇത് രണ്ടും മൂത്ത് കഴിയുമ്പോഴാണ് നമ്മൾ തക്കാളിയും കൂടിയിട്ട് ഈ എണ്ണയ്ക്കകത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ഞാനൊരു 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുത്തായിരുന്നു കേട്ടോ. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി നമ്മൾ ചേർക്കുന്നുണ്ട്. ടേസ്റ്റും ഒരു കളറും ഒക്കെ കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. അതെല്ലാം മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ ആ സാമ്പാർ കൂട്ട് നമ്മുടെ സാമ്പാർ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുവാണ് കേട്ടോ. എന്നാൽ ഇപ്പോൾ കുറുകിയ സാമ്പാർ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ നമ്മുടെ കുറുകിയ സാമ്പാർ നല്ല കഷ്ണം. ഞാൻ പറഞ്ഞില്ല, നമുക്ക് വേറെ കറികളൊന്നും വേണ്ട ചോറ് കഴിക്കാൻ. ഇതിനകത്ത് എല്ലാ പച്ചക്കറികളും ഉണ്ട്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ നാരും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് ഈ ഒരു സാമ്പാറിൽ. അപ്പം ഞങ്ങളിങ്ങനെ അവിടെ സാമ്പാർ വെക്കുന്നത് കേട്ടോ. പിന്നെ എമർജൻസി ഘട്ടത്തിലേ ഉള്ളൂ നമ്മൾ പരിപ്പും അതുപോലെ ഉള്ളി, അതുപോലെ വെള്ളരി, വെണ്ടയ്ക്ക സാമ്പാർ, ഉള്ളി സാമ്പാറൊക്കെ വെക്കും. ഇങ്ങനെ ഞങ്ങളിങ്ങനെയാണ് സാമ്പാർ വെക്കുന്നത്. അത് തേങ്ങയൊന്നും ഞങ്ങൾ അരച്ച് ചേർക്കില്ല. ഞങ്ങളുടെ സാമ്പാർ കൂട്ടിടാണ്. പിന്നെ എൻ്റെ സ്പെഷ്യലാണിത് കേട്ടോ, അരിയും ഒക്കെ ചേർത്തത്. പിന്നെ സാമ്പാർ പൊടി ചേർക്കും, ഞാൻ സാമ്പാർ പൊടി ചേർക്കാറില്ല. ഞാൻ ഇങ്ങനെയാണ് സ്പെഷ്യൽ രുചിക്കൂട്ടുകളാൽ തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ആലപ്പുഴക്കാരുടെ സാമ്പാർ എന്ന് പറയുമ്പോൾ എല്ലാ പച്ചക്കറികളും കൂടെ ചേർത്ത് ഹോം മെയ്ഡ് പിന്നെ സാമ്പാർ പൊടിയൊക്കെ ചേർത്ത് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പം നമ്മളിത് തയ്യാറായി നമ്മുടെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. നമ്മൾ കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്തായിരുന്നു കേട്ടോ, അത് കാണിക്കാൻ പറ്റിയില്ല. അങ്ങനെ നമ്മുടെ സാമ്പാർ നമ്മുടെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി നമുക്കിത് ആവശ്യത്തിന് സെർവ് ചെയ്യാൻ ഉപയോഗിക്കാം. അപ്പം മക്കളെ ഒരു തവണയെങ്കിലും ഇതേ രീതിയിൽ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ ആവശ്യത്തിനുള്ള എല്ലാ വെജിറ്റബിളും നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു സാമ്പാറിൽ നിന്ന്. അപ്പോൾ നമുക്ക് ചോറ് കഴിക്കാനും ഇതിലേ ദോശ, ചപ്പാത്തി, എന്തിനും പൊറോട്ട വരെ കഴിക്കാം ഈ സാമ്പാർ വെച്ച്. അത്രയ്ക്ക് രുചിയാണ്. അപ്പം നമുക്ക് ആ പരിപ്പൊന്ന് കടിക്കാനും കിട്ടും. എന്നിട്ട് കൊഴുത്ത സാമ്പാറുമാണല്ലോ കിട്ടിയിരിക്കുന്നത്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം മക്കളെ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഓളെന്ന ഓപ്ഷനോടൊന്ന് ഇനേബിൾ ചെയ്യുക. ബന്ധുക്കൾക്ക് സുഹൃത്തുക്കളും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയറൂടെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെയും മക്കളെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടും ഇരിക്കുക. ശരി.